രഞ്ജിത്ത് ബിബിൻ. ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അതെ, വട്ടായി എന്ന് കേട്ടിട്ടുണ്ടോ? എനിക്ക് വട്ടായി എന്നല്ല കേട്ടോ, വട്ടായി വാട്ടർഫോൾസ്. ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ എന്നാൽ പിന്നെ അങ്ങ് പോയാലോ എന്ന് വിചാരിച്ച് വട്ടായി വാട്ടർഫോൾസ് കാണാൻ പോവാണ്. തൃശ്ശൂർ തന്നെയാണ് കേട്ടോ ഇതുള്ളത്. നമ്മുടെ തൃശ്ശൂർ കുണ്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം ഉള്ളത്, വട്ടായി വെള്ളച്ചാട്ടം ഉള്ളത്. നമ്മുടെ ചെപ്പാറ കുന്നിൻ ചെരുവിലൂടെ ഒഴുകിയെത്തുന്ന ഈ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, വട്ടായിൽ എത്തുമ്പോഴത്തേക്കും 2 ചെറിയ വെള്ളച്ചാട്ടങ്ങളായിട്ട് മാറുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇവിടെ ചെറിയ 2 വെള്ളച്ചാട്ടമാണുള്ളത്. ആ പോകുന്ന വഴിയാണിത്. കണ്ടോ, ഇതാണ് ആ വെള്ളച്ചാട്ടം കേട്ടോ. ഇതിങ്ങനെ വന്ന് ഒഴുകി പിന്നെ കുറച്ചും കൂടെ താഴേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ഒരു വെള്ളച്ചാട്ടമായിട്ട് വീണ്ടും ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. കുട്ടികളെയും കൊണ്ടൊക്കെ പോകാൻ നമുക്ക് മഴക്കാലം തുടങ്ങുന്ന സമയത്ത്, മഴക്കാലം തീരാറാകുന്ന സമയത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഒഴുകി പോകുമെന്നൊന്നും പേടിക്കേണ്ട. പക്ഷേ അതിശക്തമായ മഴയുള്ളപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലായിരിക്കും, അപകട സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകാറുണ്ട്. ഒരുപാട് ശക്തിയുള്ള മഴയുള്ള സമയത്ത് പോകാറില്ല. ഇതുപോലെ മഴക്കാലം തുടങ്ങുന്ന സമയത്ത്, മഴക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒത്തിരി വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോഴൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോകാറുള്ളത്. ഇവിടെ വരുന്നവർക്ക് നമ്മുടെ ചെപ്പാറയും പോയിട്ട് അവിടെയും കണ്ടിട്ട് പോകാവുന്നതാണ്. അതും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞാനിനി പോകുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം നിങ്ങളെ. ഇവിടെ എന്താണെങ്കിലും നമുക്ക് ഞങ്ങൾ ദിവസമാണ് പോയത്. അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. ദിവസം ആകുമ്പം നമ്മൾ ഫ്രീ ആയിരിക്കും, പോയി കാണാം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അച്ചുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോകും. വെള്ളമില്ലാത്ത സമയത്ത് പോയിട്ട് കാര്യമില്ല, എന്നാലും കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും. ഇത് വേണ്ടോ അത്യാവശ്യം ശക്തിയായിട്ടാണ് വീണുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര സുഖമാണ് ഈ വെള്ളത്തിൽ കളിക്കാൻ. നമുക്ക് പിള്ളേരെ എങ്ങനെ കളിച്ചാലും അവർ ഒഴുകി പോകുമെന്നൊന്നും പേടിക്കണ്ട. പിന്നെ മേലെ നിന്നൊന്നും താഴേക്ക് വീഴാതെയൊക്കെ നോക്കിയാൽ മതി. എന്നാലും ഇവിടെ നമ്മൾ താഴെയാണല്ലോ, ഈ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ അതിൻ്റെ താഴെയാണ് നമ്മൾ വെള്ളത്തിലൊക്കെ കളിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴേക്കാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകുന്നത് കേട്ടോ. അവിടെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. പരിപാടിന് അതിൻ്റെ തൊട്ട് താഴെ തന്നെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നോക്കിക്കേ, ആ ശക്തിയിൽ തലയിലോട്ട് വെള്ളം വീഴുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ്. എനിക്ക് ഭയങ്കര പേടിയാട്ടോ വെള്ളം. അതിനായിട്ടും പോയിരിക്കുന്നുണ്ടോ. എല്ലാവരും അതിന് ചോട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കുറേ പേരൊക്കെ പേടിച്ച് മാറി നിൽക്കും, കുറേ പേരൊക്കെ അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ പോയിരിക്കും. തലയിലോട്ട് വീഴുമ്പം നമുക്ക് പെട്ടെന്ന് പേടി തോന്നും കേട്ടോ, ശ്വാസം കിട്ടാത്തോളം തോന്നും. എനിക്കതുണ്ട്. നിങ്ങൾക്ക് വെള്ളത്തിൽ പേടിയില്ലാത്തവർക്കൊന്നും അത് കുഴപ്പമുണ്ടാവില്ല. അച്ഛൻ നോക്കിക്കുക, അച്ഛൻ വെള്ളത്തിൽ തന്നെ തവള കിടക്കുന്ന പോലെ കിടക്കുമായിരുന്നേ. അവിടെ കുറേ മീനുകളുണ്ട് കേട്ടോ, നല്ല രസമാണ്. നമ്മൾ പൈസ കൊടുത്തൊക്കെ മീനെ കൊണ്ട് കൊത്തിക്കില്ല, അതിൻ്റെ ഒരാവശ്യമില്ല. 2 കാലും അതിനകത്ത് വെച്ച് അവിടെ ഇരുന്നാൽ മതി സുഖമായിട്ട്. അത് എന്ത് രസമാണെന്നറിയോ, ഒരുപാട് മീനുകളുണ്ട്, കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അതിങ്ങനെ വന്ന് കൊത്തുമ്പോൾ എന്തോ മാതിരി തോന്നും. എനിക്കതൊക്കെ ഭയങ്കര എന്തോ മാതിരിയായിരുന്നു. എനിക്കറിയില്ല, മീനിങ്ങനെ കാലെ വന്ന് കുത്തുമ്പോൾ ഇക്കിളിയാവുന്നത് മാതിരിയോ എന്തൊക്കെയോ പോലെ. നോക്കി അവനെ കൊണ്ട് അറിയാവുന്നത് പോലെയൊക്കെ നീന്തിയും കളിച്ചും മുങ്ങിക്കിടന്നും ഒക്കെ അവിടെ ഒത്തിരി സമയം ചിലവിട്ടു കേട്ടോ. മനുവേട്ടനായിട്ട് ചോട്ടി പോയിട്ട് ഇങ്ങോട്ടേക്ക് മാറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം അവിടെ അങ്ങനെ ആ വെള്ളം കുത്തി ഒഴുകുന്നിടത്ത് തന്നെ നിന്നേ. അതുകൊണ്ട് അച്ഛൻ നോക്ക്, അച്ഛന് അത്ര വലിയ ഇതില്ല അതിൻ്റെ ചോട്ടിൽ പോയി നിൽക്കാൻ. അവൻ അതിൻ്റെ അത്ര ചോട്ടിൽ പോയി നിന്നില്ല. പിന്നെ കുഞ്ഞു തലയല്ലേ, എൻ്റെ മുകളിലോട്ട് വീഴുമ്പോൾ വേദനിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും അതിനെ സമ്മതിച്ചില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന 2-3 ചേട്ടന്മാരെയൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു കേട്ടോ. അവർ ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തന്നേ. അവരിങ്ങോട്ട് തന്നെ ചോദിച്ചു, വ്ളോഗേഴ്സാണോ, വ്ളോഗ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ അവർ എടുത്തു തന്ന ഫോട്ടോസാണ് കേട്ടോ. അതുണ്ട് ഈ കയ്യിൽ പിടിക്കുന്നവരുണ്ട്, ഇവരൊക്കെ തന്നെയാണ്. നമുക്ക് എവിടെ പോയാലും നല്ല നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് പരിചയക്കാരെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമല്ലേ. അവർ നല്ല രസമായിരുന്നു. ഒരു 3-4 പേരുണ്ടായിരുന്നു. നമ്മളോട് ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്തു. അവരും തൃശ്ശൂരുകാരൊക്കെ തന്നെയാണ്, നമ്മളെപ്പോലെ തന്നെ ഇടയ്ക്കൊക്കെ അവിടെ വരുന്നവരാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നമുക്ക് അവിടെ ചെന്നാൽ എന്താണെന്നറിയോ, തിരിച്ച് കയറി വരാൻ തോന്നത്തില്ല. പ്രത്യേകിച്ച് അച്ഛനെയും കൊണ്ടൊക്കെ തിരിച്ച് കയറി വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അവൻ മുങ്ങി ഏതെങ്കിലുമൊക്കെ കല്ല് പറക്കി കൊണ്ടുവരും, എൻ്റെ കയ്യിൽ തരും. ഞാനത് ആകാംക്ഷയോടെ നോക്കിയിരിക്കും. അത് കാണുമ്പോൾ അവനൊരു രസം. അങ്ങനെ കളയണ്ട, സൂക്ഷിച്ച് വെച്ചോ എന്നൊക്കെ പറഞ്ഞു. ഇവരാണ് കേട്ടോ അത്. ആ 3 പേര് 4-5 പേരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അവരാണിത്. പിന്നെ ഞാൻ എല്ലാവരും നനയുന്ന കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം. പക്ഷെ ഞാനിങ്ങനെ പേടിച്ചിട്ട് പോകണോ വേണ്ടയോ, ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് നാണക്കേടല്ലേ ശ്വാസം മുട്ടിയാൽ എന്നൊക്കെ കരുതി ഞാനിങ്ങനെ നിൽക്കുക, എന്താ ചെയ്യേണ്ടതെന്ന്. ലാസ്റ്റ് ഞാൻ 2ഉം കൽപ്പിച്ച് പോകാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നേരം കയറിയിരുന്നു. സത്യമായിട്ടും പറയട്ടെ, ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഞാൻ എൻ്റെ ശ്വാസം മൊത്തം എടുത്തിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ചോട്ടിൽ പോരുന്നിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ തലയിലേക്ക് വെള്ളം വീഴുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശ്വാസം ഇങ്ങനെ നമുക്ക് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും കേട്ടോ. എന്നിട്ട് കുറച്ച് 2 സെക്കൻഡ് ഇരുന്ന് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. എനിക്ക് ശ്വാസം വിടാനും എടുക്കാനും പറ്റുന്നില്ല. അതെൻ്റെ ഈ വെള്ളത്തിൻ്റെ പേടി കൊണ്ടാവും. അങ്ങനെ
വലിയ എന്തോ കാര്യം നേടിയത് മാതിരി ഞാൻ തിരിച്ചു വന്ന് അവിടെ ഇരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം. സിദ്ധാർത്ഥ്, രഞ്ജിത്ത്, വിപിൻ. സിദ്ധാർത്ഥ്, രഞ്ജിത്ത്, വിപിൻ. കണ്ടില്ലേ, വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 100 തവണ വിളിക്കണം അവനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ. അവസാനം അവൻ കരയാറൊക്കെ ആയി, കരഞ്ഞെന്നാ തോന്നുന്നത്. അങ്ങനെ മൊത്തം നനഞ്ഞു നിൽക്കുന്നതാണ്, കണ്ണിക്കട വെള്ളം വരുന്നൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കി നടക്കുന്ന വഴി മൊത്തം അവൻ ഇങ്ങനെ ഇറങ്ങി. ഇത് താഴോട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു വെള്ളച്ചാട്ടം കൂടെ ചെറുതായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടെന്ന്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ ഈ വെള്ളം ഒഴുകി പോകുന്നത്. അവിടെയും കളിക്കുകയാണ് ഇവന്. എന്ത് വെള്ളം കണ്ടാലും അവിടെ ഒന്ന് ഇറങ്ങണം. അപ്പോൾ അവിടെ കുറച്ച് നേരം ഒന്ന് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകാം എന്നൊക്കെ വിചാരിച്ച് മേലോട്ട് പോവാണ് കേട്ടോ. ഇതാണ് ആ വെള്ളം ഒഴുകി പോകുന്ന നോക്കിയേ. ഇതുണ്ടോ ആ മേലെ നിന്നുള്ള വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് താഴേക്ക് വെള്ളം ഒഴുകി പോകും. താഴെ ദേ ഒരു കുട്ടി വെള്ളച്ചാട്ടം കൂടി. ഇവിടെയും കുറേ പേര് ഇതൊക്കെ കളിക്കുന്നു കുളിക്കുന്നു ഒക്കെ ഉണ്ട് താഴെ. കണ്ടോ, ഇങ്ങനെയാണ് ഈ വട്ടായി വെള്ളച്ചാട്ടം ഒഴുകി പോകുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒത്തിരി ദൂരം അങ്ങ് താഴേക്ക് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര ശക്തിയായിട്ടായിരിക്കും കേട്ടോ. നല്ല മഴയായി കഴിയുമ്പോൾ ഇഷ്ടം പോലെ വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര ശക്തിയായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഈ വെള്ളമൊന്നും ആയിരിക്കില്ല. ഈ വട്ടായി വാട്ടർഫോൾസ് ഉള്ള സ്ഥലത്ത് തന്നെയുണ്ടല്ലോ 1-2 ചെറിയ കടകളും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് ചായ കുടിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ അവിടെ പോയി ചായ കുടിച്ചു, പഴംപൊരി തിന്നു, ബജ്ജി കഴിച്ചു. അങ്ങനെ ഇത്രയും നേരത്തെ അധ്വാനത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ നല്ല തണുപ്പായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങിയിട്ടേ കയ്യും കാലമൊക്കെ ഇങ്ങനെ കുതിർന്ന്, അച്ചൊക്കെ ശരിക്കും കടല കുതിർത്തിയതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പോയേക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെയും മടി കാരണം താഴെ ഉള്ള ആ വെള്ളച്ചാട്ടത്തിൽ കൂടെ ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ താഴെ പോയി. അവിടെ ചെന്ന പാടെ അച്ചു വെള്ളത്തിലേക്ക് കിടന്നുണ്ട്. അതേ മനുവേട്ടനാണെങ്കിൽ അതിൻ്റെ ചോട്ടിൽ പോയി ഇരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വീണ്ടും കളി തുടങ്ങി. കുറേ നേരം ഞാൻ അവിടെ ഇറങ്ങിയില്ല. എനിക്ക് നനഞ്ഞ് മടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മടുത്തു എന്നല്ല, എന്നാലും ഈ പിന്നെയും നനഞ്ഞു കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നനഞ്ഞില്ല കേട്ടോ. ഇവിടെ കുറച്ചും കൂടെ ശക്തിയിൽ വെള്ളം വരുന്നുണ്ട്. നോക്ക്, വീണ്ടും കുറേ പേരുണ്ടായിരുന്നു, കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ മാത്രമാണ് അടുത്തുനിന്ന് വരുന്നവർ. പിന്നെ തൃശ്ശൂരിൽ നിന്ന് തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ കുറച്ച് ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അവിടെ നിന്ന് ചുറ്റി കറങ്ങി നിൽക്കുക കേട്ടോ, മീനെ പിടിക്കാനോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. അച്ഛന് ഭയങ്കര മടിയായിരുന്നു അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി അവിടെ മേലേക്ക് കയറി വന്നു റോഡിലേക്ക്. ഇത് താഴേക്കാണ് കേട്ടോ, റോഡിൻ്റെ താഴേക്കാണ് ഇതുള്ളത്. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാൽ പോലെ മറ്റേ ടയർ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് നേരം കളിച്ചു. അവസാനം ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി കേട്ടോ. അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ബൈ.